ഇന്ത്യയുടെ 150 വർഷത്തെ സെൻസസ് ചരിത്രത്തിൽ ആദ്യമായി ഇനി മുതൽ പേപ്പർ ഉണ്ടാകില്ല. കൂമ്പാരക്കണക്കിന് ഫോമുകളില്ല, അനന്തമായി നീളുന്ന മാനുവൽ പട്ടികപ്പെടുത്തലുകളുമില്ല. 2027 ഇന്ത്യ ജനസംഖ്യയെ ഡിജിറ്റലായി എണ്ണും, ഒരു ആപ്പും വെബ് പോർട്ടലും മാത്രം ഉപയോഗിച്ചുകൊണ്ട്. ഇതൊരു ചരിത്രപരമായ മാറ്റമാണ്, ദേശീയ തലത്തിലുള്ള ഒരു വലിയ സാങ്കേതിക കുതിച്ചുചാട്ടവും. പരമ്പരാഗത പേപ്പർ ഫോമുകൾ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് 2027 ദേശീയ സെൻസസ് പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറ്റാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. മൊബൈൽ ആപ്ലിക്കേഷനുകളും വെബ് പോർട്ടലുകളും ഉപയോഗിച്ചായിരിക്കും വിവരശേഖരണം നടക്കുക. ദേശീയ തലത്തിലുള്ള ഈ സാങ്കേതിക മുന്നേറ്റം ഇന്ത്യയുടെ ജനസംഖ്യാ കണക്കെടുപ്പിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കും. ഫിസിക്കൽ ഫോമുകൾക്ക് പകരം മൊബൈൽ ആപ്പുകളും ഓൺലൈൻ സ്വയം പട്ടികപ്പെടുത്തൽ സെൽഫ് എന്യൂമറേഷൻ സംവിധാനവുമാണ് ഉപയോഗിക്കുക. പൗരന്മാർക്ക് അവരുടെ വിവരങ്ങൾ ഒരു വെബ് പോർട്ടലിലൂടെ നേരിട്ട് രേഖപ്പെടുത്താൻ അവസരം ലഭിക്കും. വിവരശേഖരണത്തിനായി നിയോഗിക്കപ്പെടുന്ന ഏകദേശം 34 ലക്ഷത്തോളം വരുന്ന എന്യൂമറേറ്റേഴ്സ് ഗണകന്മാർ സുരക്ഷിതമായി സെൻസസ് ആപ്പ് ഉപയോഗിച്ച് സജ്ജീകരിച്ച് അവരുടെ സ്വന്തം സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ച് വിവരങ്ങൾ നേരിട്ട് ഉറവിടത്തിൽ തന്നെ രേഖപ്പെടുത്തും. രാജ്യത്തിനുടനീളമുള്ള സെൻസസ് പ്രവർത്തനങ്ങൾ തത്സമയം ട്രാക്ക് ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി സെൻസസ് മാനേജ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം എന്ന ഡിജിറ്റൽ കൺട്രോൾ റൂം സംവിധാനം ഒരുക്കും. സാധാരണ ജനസംഖ്യാപരമായ വിവരങ്ങൾ നിലനിർത്തുന്നതിനൊപ്പം തന്നെ കൂടുതൽ വ്യക്തതയോടെയുള്ള ഡാറ്റയാണ് ഇത്തവണ ശേഖരിക്കാൻ ഒരുങ്ങുന്നത്. പട്ടികപ്പെടുത്തൽ സമയത്ത് ഓരോ വ്യക്തിയും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തും. കൂടുതലായി ശേഖരിക്കുന്ന കുടിയേറ്റ വിവരങ്ങൾ ഇവയായിരിക്കും: ജനനസ്ഥലം, അവസാനമായി താമസിച്ച സ്ഥലം, നിലവിലെ താമസ സ്ഥലത്തെ ദൈർഘ്യം, കുടിയേറ്റത്തിനുള്ള കാരണം. കൂടാതെ 1931 ശേഷം ആദ്യമായി പട്ടികജാതി പട്ടികവർഗക്കാർക്ക് പുറമെ എല്ലാ സമുദായങ്ങളുടെയും പൂർണ്ണമായ ജാതി തിരിച്ചുള്ള കണക്കെടുപ്പിനും ഇന്ത്യ തയ്യാറെടുക്കുന്നുണ്ട്. സുതാര്യത ഉറപ്പാക്കുന്നതിനായി സെൻസസ് തുടങ്ങുന്നതിന് മുൻപ് സർക്കാർ ചോദ്യാവലി ഔദ്യോഗിക ഗസറ്റിൽ മുൻകൂട്ടി പ്രസിദ്ധീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഇന്ത്യ അവസാനമായി സെൻസസ് നടത്തിയത് 2011-ലാണ്. 2021 പതിപ്പ് കോവിഡ്-19 മഹാമാരി കാരണം മാറ്റിവെച്ചിരുന്നു. പുതിയ ഡിജിറ്റൽ സെൻസസ് 2 ഘട്ടങ്ങളിലായാണ് നടപ്പാക്കുന്നത്. വീടുകളുടെ പട്ടികപ്പെടുത്തലുകളും ഭവന സെൻസസും 2026 ഏപ്രിലിൽ, ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിൽ. സർക്കാരിന്റെ കണക്കനുസരിച്ച് ഡിജിറ്റൽ മാറ്റം ഡാറ്റ പ്രോസസ്സിംഗ് വേഗത്തിലാക്കാനും വിവരശേഖരണത്തിലെ തെറ്റുകൾ കുറയ്ക്കാനും കൂടുതൽ വിശ്വസനീയവും സമയബന്ധിതവുമായ ഫലങ്ങൾ നൽകാനും സഹായിക്കും. മെച്ചപ്പെട്ട ഈ ഡാറ്റ കൃത്യത രാജ്യത്തിന്റെ നയരൂപീകരണം, നഗരാസൂത്രണം, കുടിയേറ്റത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ, കൂടാതെ 2026 ശേഷമുള്ള നിയോജക മണ്ഡലങ്ങളുടെ പുനഃക്രമീകരണം, ഇതുപോലുള്ള സുപ്രധാന കാര്യങ്ങൾക്കും ഒരു അടിത്തറയാകും. 2027 ഡിജിറ്റൽ സെൻസസ് കേവലം ഒരു കണക്കെടുപ്പ് എന്നതിലുപരി ഇന്ത്യയുടെ ഭരണനിർവഹണത്തിലും ഡാറ്റ ശേഖരണത്തിലുമുള്ള ഒരു ചരിത്രപരമായ ഡിജിറ്റൽ മുന്നേറ്റമാണ്. ആപ്പുകൾ, സ്വയം പട്ടികപ്പെടുത്തൽ, തത്സമയ നിരീക്ഷണം എന്നിവയിലൂടെ നമ്മുടെ രാജ്യം അതിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൃത്യമായ ജനസംഖ്യാ രേഖ തന്നെ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.